കോടതിയിൽ പോലും ചോദിക്കുക, നിങ്ങൾ നേരിട്ട് കണ്ടുവെന്നാണ്. ഇന്നലെ ഒരു വീട്ടുമുറ്റത്ത് ഞങ്ങൾ 4 പേര് സംസാരിക്കുകയാണ്. അഞ്ചാമനും കൂടി വേണം, അഞ്ചാമൻ വന്നിട്ടില്ല. ഒരു 30 മിനിറ്റ് കഴിഞ്ഞു വിളിച്ചു, ഞാൻ പുറപ്പെട്ടു എത്തിയിരുന്നു. അപ്പൊ അഞ്ചാമൻ ഏത് സമയത്തും വരാം, ആൾക്ക് ഇരിക്കാനുള്ള കസേര അവിടെ എടുത്തിട്ടു. ഞാൻ നോക്കുമ്പോ ഒരു സമയം 7:30 മണിയാണ്. പതിവ് പോലെ അദ്ദേഹത്തിന്റെ ബൈക്ക് അവിടെ നിർത്തി. ഞങ്ങളുടെ അടുത്തേക്ക് വരാതെ വീട്ടുടമയുടെ വീട്ടിലേക്ക് ഇയാൾ കയറി. എന്തോ പറയാനാണ് കയറിയത്. ഈ സമയത്ത് ഞാൻ ആരോട് എന്തോ വിളിച്ചു പറഞ്ഞപ്പോ ഈ ബാക്കിയുള്ളവർ പറഞ്ഞു, നമ്മൾ വിചാരിച്ച ആളല്ല വന്നിരിക്കണത്, ഇത് അവരൊരു ബന്ധുക്കാരൻ വന്നതാ. എന്നെ സംബന്ധിച്ചിടത്തോളം ആ വന്നത് ഇന്ന ആളാണ് എന്നുള്ളതിൽ വല്ല സംശയമുണ്ടോ? ഒരു സംശയമില്ല. അപ്പൊ കണ്ണ് കണ്ടതിൽ തെറ്റുപറ്റി. കണ്ണിൽ കണ്ടത് തെറ്റായി മാറി. ഓരോരുത്തരും ഇങ്ങനെയല്ലേ ലോകത്തെ കാണുന്നത്. ഇതറിഞ്ഞില്ലെങ്കിൽ ഞാൻ എന്താ പറയാ? അയാൾ വന്നു, ഇന്ന ദിവസം 7:30 മണിക്ക് ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്ന് ഞാൻ തന്നെ പറയില്ലേ? തെറ്റുപറ്റാം. ഒരേപോലെ സമ്പത്തുള്ള 2 കച്ചവടക്കാർ, അതില് ഒരാൾക്ക് കുതിരപ്പുറത്ത് പോകണം, മറ്റാൾക്ക് കുതിരയില്ല. 2 പേരും കൂടിയാണ് പോവുക. കുതിരപ്പുറത്തുള്ള ആളായിരിക്കും ആ കുതിര നടക്കണ വേഗത്തിൽ കുതിരയെ ഓടിപ്പിക്കുകയില്ല ചെയ്യുക. കുറേ കഴിഞ്ഞിട്ട് ഒരു ഗ്രാമത്തിൽ നിന്ന് വേറെ ഗ്രാമത്തിലേക്ക് കച്ചവടക്കാർക്ക് പോകണ്ടേ, ഒപ്പം നടന്നിട്ട് പോകും. അത് കഴിഞ്ഞൊരു സത്രത്തിൽ വിശ്രമിക്കാനായിട്ട് അവരെത്തി. അപ്പോൾ 2 പേരും ഒരേപോലെ ധനികരാണ്. ഒരാൾ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി, വേറെ ആൾക്ക് നടക്കുന്നത് ഇഷ്ടമാണ് എന്ന് കരുതുന്ന വ്യക്തികളുണ്ട്. ഞാനൊക്കെ ജീവിതത്തിൽ നടക്കുന്നത് ഇഷ്ടമാണ്, ഓരോ കാര്യം വരുമ്പോൾ എത്ര കിലോമീറ്റർ നടക്കാൻ ചാൻസ് കിട്ടിയല്ലോ എന്ന വിചാരം. വേറെ വിചാരിച്ചാൽ അയ്യോ ഓട്ടോ കിട്ടും അവിടെ എന്നാണ് വേറൊരാൾ ചോദിക്കുക. അത് ഇഷ്ടപ്പെടുന്നവർ സത്രത്തിന് മുമ്പിലെത്തി. ആ മുമ്പിലേക്ക് സത്രത്തിലേക്ക് വരുമ്പോൾ ഗേറ്റിന്റെ അവിടെ വെച്ച് 2 പേരെയും ഒരാൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞു കുതിരയുടെ ഉടമസ്ഥൻ കുതിരയെ കെട്ടിയിടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. ഈ കൂടെ നടന്നിരുന്ന ആൾക്ക് നടക്കുന്ന ഇഷ്ടമാണ്, പക്ഷെ ഒരു 4 തലയുടെ ഹൈറ്റ് തലയുടെ അവിടെ വെച്ചാലേ ഉറക്കം കിട്ടുള്ളൂ. അതിൽ തലയും കൊണ്ടാ വരണം. ആ തലയണ അവിടെ വെച്ച് അയാൾ മയങ്ങാൻ തുടങ്ങുക. കുതിരയെ കെട്ടിയിട്ട് ഇയാൾ വന്നു. ഈ ദൃശ്യം കണ്ട ഒരാളും ഗേറ്റിന് പുറത്ത് വെച്ച് ഇതേ ദൃശ്യം കണ്ട ആളും കൂടി കണ്ടുമുട്ടി. ഒരാൾ വേറൊരാളുടെ എന്താ നോക്കണമെന്ന് വെച്ചു. അല്ല, ഞാൻ ആ മുതലാളിയുടെ കിടപ്പിന്റെ ഇത് നോക്കുകയാണ്. ആശ്രിതനായ വ്യക്തിയുടെ ആശ്രിതാഭാവവും. അയാൾ ചോദിച്ചു, മുതലാളി കിടക്ക്? അതെ, മുതലാളിയാണ് കിടക്കുന്നത്. കുതിരക്കാരൻ കുതിര കെട്ടിട്ട് ഇടാൻ പോയി, ഞാൻ വരുന്ന കാഴ്ച കണ്ടതാ. ഇയാള് കണ്ട കാഴ്ച അനുസരിച്ച് കുതിരക്കാരൻ കുതിര കെട്ടിയിടാൻ പോയി. കുബേരനായുള്ള ഉടമസ്ഥൻ
തലവണ വെച്ച് കിടക്കണു. ഞാൻ കണ്ടതാണെന്നാ പറയണത്. ഗേറ്റിന്റെ അപ്പുറത്ത് വെച്ച് കണ്ട ആളെന്താ പറയണത്? ഞാൻ കണ്ടതാ. കുതിരപ്പുറത്ത് പ്രമാണിയായിട്ട് വരുന്നു. അയാളെ തലയണിയും പിടിച്ചുകൊണ്ട് ആശ്രിതൻ ഒപ്പം നടക്കുന്നു. ഇവര് തർക്കായി. ഒരാളും മുതലാളിയല്ല, തൊഴിലാളിയല്ല. നമ്മുടെ തർക്കങ്ങൾ മുഴുവൻ ഇങ്ങനെയാണ്. സംശയിക്കണ്ട. ആര് പറയണ കാര്യം ഞാൻ കണ്ടതാണ്. ഇതുകൊണ്ടാണ് അനാവശ്യ കാര്യം പറഞ്ഞ് തർക്കിച്ച് ജന്മത്തിലെ സമയം കളയുകയേ ചെയ്യരുത്. ഇതിന്റെ കാരണം ഒരാൾ കുതിരപ്പുറത്ത് വരുന്നു, മുതലാളിയാവും. തലണയായിട്ട് ഒരാൾ ഒപ്പം നടക്കണം. ആരും വിചാരിക്കില്ലേ കോടീശ്വരനും പണിക്കാരനാണ്? അയാൾ ആ അനുമാനത്തിൽ എത്തി. ഇപ്പുറത്തെ ആള് വേറെ അനുമാനത്തിലെത്തി. വേറൊരാൾ ഇന്നതായിരിക്കും കാര്യം. ആ പയ്യൻ ഇപ്പൊ അങ്ങോട്ട് പോയിരിക്കണത് ഇന്ന കാര്യത്തിനാണ്. അനുമാനമാണ്. ആ അനുമാനങ്ങളിൽ മുഴുവൻ തെറ്റാറുണ്ട്. എറർ ഓഫ് ജഡ്ജ്മെന്റ് എന്ന് പറയും. ഈ അനുമാനത്തിൽ വെച്ചല്ലേ നമ്മൾ സംസാരിക്കണത്. ഞാൻ ഇന്നലെ അങ്ങനെ ചിന്താധീനായപ്പോ ഒരാൾ ചോദിച്ചു, ധന്യമിതിനൊന്ന് ഷൂട്ടിംഗ് ഉണ്ടോ? അതെന്താ? അല്ല, അതിലേക്കുള്ള മാറ്റർ ആലോചിക്കുകയാണെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. അല്ലാന്നല്ല, അപ്പം ആലോചിച്ചതല്ല, ആലോചിക്കുന്നില്ല എന്നല്ല, ആ വ്യക്തിയുടെ അനുമാനമാണ്. ഭാര്യ മരിച്ചതിന് ശേഷം ഇന്ന ആള് വളരെ ദുഃഖിതനാണ്. ഞാൻ ചെന്നപ്പോ അയാള് വളരെ വിഷമത്തിലാണ്. ആ ആൾ അനുമാനമാണ്, നമുക്കറിയില്ല. ഈ ലോകത്തെ നോക്കി നമ്മുടെ അനുമാനമാണ് ഇതൊക്കെ. അനുമാനങ്ങൾ തെറ്റിയിട്ടുണ്ട്. ഒരു രോഗം പടർന്നു പിടിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു മീറ്റിംഗ്. അവിടെ പ്രധാന ക്ലാസ് എടുത്ത ഡോക്ടറോട് ചോദിച്ചു, ഇങ്ങനെ ഈ രോഗം പടർന്നാൽ ഇവിടുത്തെ എല്ലാ ആശുപത്രിയിലും ഈ രോഗികളാവില്ലേ? അപ്പൊ ബാക്കി രോഗം വന്നവർക്ക് ആശുപത്രി എവിടെ നിന്നുണ്ടാവും? ആ ഡോക്ടർ പറഞ്ഞു, അങ്ങനെയൊന്നും ആലോചിച്ചല്ല ഇപ്പൊ നീങ്ങുന്നത് ജീവിതം. കാലം മാറി. ആ രോഗം അങ്ങനെ പടർന്നു പിടിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല. നമ്മുടെ അനുമാനങ്ങൾ മുഴുവൻ തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് വല്ലാതെ ക്ഷുഭിതനാകരുത്, വല്ലാതെ ദേഷ്യപ്പെടരുത്. കുടുംബജീവൻ നയിക്കുന്നവര് മുഴുവൻ കലഹം ഉണ്ടാക്കുന്നത് അവര് ഒരു അനുമാനത്തിൽ എത്തുന്ന. ഇങ്ങനെയായിരിക്കും. അത് മുഴുവൻ തെറ്റിയ അനുഭവമുണ്ട്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്ന് പറഞ്ഞ അനുമാനം എനിക്ക് തെറ്റി. നിങ്ങൾ ഒന്നിടൊന്നും പറയണ്ട, ഞാൻ കണ്ണുകൊണ്ട് കണ്ട സംഭവം എന്താ വെച്ചാൽ, ഇപ്പൊ അയാള് വരുന്നു, ഗേറ്റിന്റെ അവിടെ എത്തിന്ന് കൊട്ടു, അയാള് ബൈക്കിലാ വരിക. രണ്ടാമത് പറഞ്ഞ ആളും പാൻറ്റാണ് ഇട്ടിരിക്കണത്. 7:30 മണിയാണ്, മങ്ങിയ ഇരുട്ടുണ്ട്. ആ ആള് വന്നാലും വീടിന്റെ അകത്ത് കയറി ചിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടായിരിക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിരിക്കുക. മാറിപ്പോയി. ഈ വരാൻ പറഞ്ഞ ആള് പിന്നീട് വന്നതുമില്ല. അത് കഥയുടെ ബാക്കി ഭാഗം. അനുമാനത്തിൽ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോരുത്തരുടെയും അനുമാനമാണ്. വിനയപൂർവ്വം നമുക്ക് പറയാൻ കഴിയണം, നമ്മുടെ അനുമാനങ്ങൾ തെറ്റും. അവന്റെ പോക്ക് കണ്ടപ്പോൾ ഇത്തവണ അവൻ പരീക്ഷയെ തോൽക്കുന്ന ഞാൻ വിചാരിച്ച് അവനായിരിക്കും ഫസ്റ്റ് റാങ്ക്. ആ കുട്ടിയുടെ പഠിത്തം കണ്ടപ്പോൾ ഫസ്റ്റ് റാങ്ക് ആ കുട്ടിക്കാന്ന് തോന്നി. ആ ഇരിപ്പൊക്കെ കണ്ടപ്പോൾ തെറ്റാം, അവനായിരിക്കും 0 മാർക്കായിരിക്കും. അന്നത്തെ ദിവസം അവിടെ ഇങ്ങനെ വന്ന് ഇരിക്കുന്നതാണ്.
ആകെ മെലിഞ്ഞ് ടങ് ക്ലീനർ പോലെ മെലിഞ്ഞ വ്യക്തിയെ കണ്ടിട്ട് അധികകാലം മുന്നോട്ട് പോവില്ല. 105 വയസ്സ് വരെ ഒരു ജലദോഷം പോലും ഇല്ലാതെ ആ വ്യക്തി ജീവിക്കാം. അനുമാനങ്ങൾ തെറ്റാം. നമ്മളൊക്കെ അനുമാനത്തിനെ മുറുകെ പിടിക്കുമ്പോൾ ഇത് ചിന്തിക്കുന്നത് നല്ലതല്ലേ എന്ന് ആലോചിച്ച് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.